പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നീതിമാൻ്റെ സഹനത്തിന് അർത്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിരവധി സംഘർഷങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളും സഹനങ്ങളും എല്ലാം നിറഞ്ഞതാണ്. ഇവയെല്ലാം മറികടന്നേ നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി എന്താണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ഉള്ളിൽ പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഈ പ്രത്യാശ നമുക്ക് എങ്ങനെ ലഭിക്കും? വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. എന്താണ് നാം വിശ്വസിക്കേണ്ടത്? ദൈവത്തെയും ദൈവവചനത്തെയും നാം ആഴത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ സഹനങ്ങൾക്കെല്ലാം പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് വിജയപ്രദമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവപുത്രനായ യേശുനാഥന് ഒരു പാപവും ചെയ്യാത്ത നല്ല നീതിമാനായ യേശുനാഥനെ ധാരാളം സഹിക്കേണ്ടതായി വന്നു. വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന എളിമയും അനുസരണയും വിശ്വാസവും ഉണ്ടായിരുന്ന പരിശുദ്ധ മറിയത്തിന് ജീവിതത്തിൽ ഒത്തിരി സഹിക്കേണ്ടതായി വന്നു. ഈ സഹനങ്ങൾക്കെല്ലാം പിന്നിൽ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. നമ്മുടെ പലരുടെയും ചിന്ത, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത്? ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, കുറ്റങ്ങൾ പറയുന്നില്ല, പറ്റുന്ന നന്മകളെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും ധാരാളം സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത്, നീതിമാൻ്റെ സഹനത്തിന് വലിയ വില യേശു നൽകും. 1 പത്രോസ് 2:19 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. ഫിലിപ്പി 1:29 പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നാം ഭാഗ്യവാന്മാരാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു സഹനമുണ്ടെങ്കിൽ അത് പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. കാരണം നമുക്കൊരു സഹനമുണ്ടാകുമ്പോൾ ചുറ്റുപാടുമുള്ളവർ, പ്രത്യേകിച്ച് സമൂഹത്തിലുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുകയും പാപം ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ വിമർശിക്കുകയും ചെയ്യുമ്പോൾ നാം കൂടുതൽ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം ചെയ്യേണ്ടത്, നമ്മുടെ ഈ സഹനങ്ങൾ പാപഫലമല്ലെന്ന് ഉറപ്പുവരുത്തണം. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ടും സഹനം നമ്മളിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ ആ ദൈവം നമുക്ക് നൽകുന്ന കുടിക്കാനായി തരുന്ന പാനപാത്രമാണ് എന്നൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ പരാതി കൂടാതെ ആ സഹനങ്ങളെ നാം ഏറ്റെടുക്കും. ദൈവം നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റേതാക്കി നമ്മെ മാറ്റുവാനാണ് പരിശ്രമിക്കുന്നത്. റോമ 8:28 തിരുവചനം പറയുന്നത്, അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഓരോ പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. 2 തിമോത്തി 2:3 പറയുന്നു, യേശുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. യേശുവിൻ്റെ സഹനത്തിന് പിന്നിലും ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാം, പാപികളായ നമ്മെ, പാപാന്ധകാരത്തിൽ കഴിയുന്ന നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുനാഥൻ തൻ്റെ പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തു ഈ ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന എവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അവൻ വഴി ലോകം, നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു പാപവും ചെയ്യാത്ത യേശുനാഥൻ പീഡകളേറ്റ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് ആണികളാൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ ജീവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു. ആ സഹനം നമ്മെ ഓരോരുത്തരെയും
രക്ഷിക്കുവാനുള്ളതാണെന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മുടെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.